എൻ്റെ ഓർമ്മകാലത്തിന് മുമ്പ് മുതൽ പ്രവർത്തിച്ചു പോരുന്ന ഒരു മാർക്കറ്റാണ് കല്ലുമല. ദേശീയ തലത്തിൽ BJP അധികാരത്തിൽ വന്നപ്പോൾ മുതൽ അവരെടുത്ത നിലപാടിൻ്റെ ഭാഗമായിരിക്കണം ഈ കഴിഞ്ഞ ഡിസംബർ 30 കല്ലുമല ചന്തയിൽ വന്ന് ഇവിടെ ഇറച്ചി കച്ചവടം നടത്താൻ പാടില്ലെന്നും ഇറച്ചി നാളെ മുതൽ കൊണ്ടുവന്നാൽ ഞങ്ങൾ വെട്ടിമൂടുമെന്നും എന്നൊക്കെയുള്ള ഭീഷണികളും കാര്യങ്ങളും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കേണ്ട ദിവസമായ ഡിസംബർ 31, അതായത് പുതുവർഷത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇത് കൂടുതൽ വാങ്ങിച്ച് ഉപയോഗിക്കാൻ വരുന്ന ദിവസമായിട്ട് പോലും അന്ന് കച്ചവടം നടത്താൻ അനുവദിച്ചില്ല. ഡിസംബർ 31 കല്ലുമല ചന്തയിൽ ഇറച്ചി ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഇറച്ചി സ്റ്റാളിന് ലൈസൻസ് ഇല്ല എന്നുള്ള ഒരു വസ്തുത അവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഇതിൽ അവിടെ വെച്ച് ഞങ്ങളിത് പറയുകയുണ്ടായി. അതിന് 6 വർഷമായിട്ട് ലൈസൻസ് ഇല്ല. 6 വർഷമായിട്ട് ലൈസൻസ് ഇല്ല എന്ന് പറയുമ്പോൾ 13 വർഷം മുമ്പ് അതേ സ്ഥലത്ത് മാർക്കറ്റ് നിൽക്കുമ്പോൾ 1.5 ലക്ഷം രൂപയ്ക്കാണ് ആ ഇറച്ചിക്കട ലേലം പോയത്. ഇങ്ങനെ 1.5 ലക്ഷം രൂപയ്ക്ക് ഇറച്ചിക്കട ലേലം പോകുമ്പോൾ ഇന്ന് 13 വർഷങ്ങൾക്ക് ശേഷം അതേ സ്ഥലത്ത് ഇറച്ചിക്കട നിൽക്കുമ്പോൾ ആ ഇറച്ചിക്കടയ്ക്ക് ലൈസൻസ് ഇല്ല. ലേലം പിടിച്ചല്ല അത് ഇറച്ചിക്കട എടുത്തിരിക്കുന്നത്. തുടക്കത്തിൽ എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ കല്ലുമല ചന്തയിൽ തന്നെ കൊണ്ടിട്ട് മാടിനെ വെട്ടി ഇറച്ചി വിൽക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നു. അത് പിന്നെ പഞ്ചായത്ത് ലൈസൻസ് കൊടുത്ത് പഞ്ചായത്തിൻ്റെ അധീനതയിൽ എവിടെയോ ഇട്ട് വെട്ടി കൊണ്ടുവന്ന് കൊടുത്ത് പ്രവർത്തിച്ചിരുന്നു. ഏകദേശം എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ ഒരു 10 വർഷം മുമ്പ് വരെ പഞ്ചായത്ത് ലൈസൻസിൻ്റെ ഇതിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഗവൺമെൻറ് പുതിയ നിയമം കൊണ്ടുവന്ന് മാടിനെ വെട്ടാൻ സൗകര്യമില്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലൈസൻസ് കൊടുക്കാൻ പാടില്ല എന്ന് നിയമം കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാവേലിക്കര മുനിസിപ്പാലിറ്റിയും തഴക്കര പഞ്ചായത്ത് അടക്കമുള്ള സമീപ പ്രദേശ പഞ്ചായത്തുകളും ഒന്നും ഇറച്ചിക്കടയ്ക്ക് ലൈസൻസ് കൊടുക്കാതെ വന്നപ്പോൾ കച്ചവടക്കാരായിട്ടുള്ളവർ മറ്റെവിടെയൊക്കെയോ ഇട്ട് വെട്ടി മാർക്കറ്റുകളിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് നടന്നു പോരുന്നത്. സംഘപരിവാറിൻ്റെ ഒരു അജണ്ട നടപ്പാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രം, അതായത് ഡിസംബർ 30 ഏകദേശം 10 മണി കഴിഞ്ഞ സമയത്ത് ഇവിടെ സ്ഥിരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇറച്ചിക്കടയിൽ വരികയും ആ ഇറച്ചിക്കട അടപ്പിക്കാൻ ഉള്ള ശ്രമങ്ങൾ ഇവിടുത്തെ പ്രാദേശിക RSSൻ്റെ നേതാക്കന്മാർ അവർ ഇവിടെ അവരുടെ RSSൻ്റെയും സംഘപരിവാറിൻ്റെയും അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബീഫ് നിരോധനം എന്ന പേരിൽ ഇവിടുത്തെ ഇറച്ചിക്കട അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയും പോലീസിനെ വരുത്തി ആ ഇറച്ചിക്കട അടപ്പിക്കുകയും ചെയ്തു. പോലീസും സംഘപരിവാറിൻ്റെ ഒരു നിർദ്ദേശം കിട്ടിയതുപോലെ തന്നെയാണ് പോലീസിൻ്റെയും ഭാഗത്ത് നിന്ന് ഈ ചന്തയിലുണ്ടായത്. ഇപ്പോൾ തന്നെ ഈ അറവുശാല ഉണ്ടാകുമ്പോൾ അതിന് ആ അറവുശാലയ്ക്ക് 1 കോടി രൂപയുടെ ചിലവ് വരുന്നുണ്ട്. ഈ 1 കോടി രൂപ ചിലവ് വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ 6 വർഷം ഏറ്റവും കുറഞ്ഞ തുകയായിട്ട് 36 ലക്ഷം രൂപ തഴക്കര പഞ്ചായത്തിൽ വരുമാനം കിട്ടേണ്ടതാണ്. ഈ 36 ലക്ഷം രൂപ വരേണ്ടടുത്ത് നേതാക്കന്മാർ ഈ കാശ് മേടിച്ച് വർഷാവർഷം ഈ ഓരോ കടക്കാരുടെ എടുത്ത് വന്നിട്ട് അവരോട് കാശ് മേടിച്ച് അവരുടെ പോക്കറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ 30 അടപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബീഫ് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ കഴിക്കില്ല, അല്ലെങ്കിൽ അത് ലഭ്യമാകാതെ പോകും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് RSS ഇത്തരത്തിലൊരു സംഘപരിവാർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടുള്ളത്. ഇത് തികച്ചും രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം ജനങ്ങൾ മനസ്സിലാക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ലൈസൻസിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ലൈസൻസ് ഇല്ല എന്നുള്ള കാര്യം 13 വർഷക്കാലമായി ഇവിടെ പറയുന്നവർക്കൊക്കെ തന്നെ അറിയാം. ഈ പറയുന്നവരൊക്കെ തന്നെ ഇവിടുന്ന് ബീഫ് കഴിച്ചിട്ടുള്ളവരുമാണ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് വസ്തുതാപരമായി പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ മാർക്കറ്റ് ഇവിടെ ലൈസൻസ് ആയിട്ട് എൻ്റെ ചേട്ടനെ അതിൻ്റെ ലൈസൻസ് 35 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈസൻസും പ്രകാരം നടക്കുന്ന ഒരു മാർക്കറ്റായത്. ഇതിനകത്ത് ഇത്രയും വർഷവും നടന്ന ഒരു വ്യവസായം ഇപ്പോൾ അനുവദിക്കത്തില്ല എന്ന് ഓടി വന്ന് പറഞ്ഞാൽ അത്രയും നിന്ന് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ DYFIക്കാർ അതിന് ബന്ധപ്പെട്ടതും തുടർന്ന് നടത്താൻ അനുവദിച്ചത്.